സർ, മെയ് 4-ന് ശേഷം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ കേരളത്തിൽ ഇല്ലാതെയാകും. ഇപ്പൊ പലരും പരിഹസിക്കുന്ന ഒരു കാര്യമാണ് ആ ലിസ്റ്റിൽ ആദ്യം ബി.ജെ.പി ഉണ്ടാവും എന്നുള്ളത്. ഏതായാലും 0 സീറ്റ് ആയിരിക്കും എന്നുള്ളതും ഒരു ഫാക്റ്റ് ആണ്. അല്ലെങ്കിൽ കൂടിപ്പോയ 2 സീറ്റ്. അപ്പൊ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളായിരിക്കും ഇല്ലാതെ പോകുന്നത്? ഇല്ലാതെ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ തൽക്കാലം BJP പെടുത്തുന്നില്ല. കാരണം അവർ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. കുറെ വോട്ട് അവർക്ക് ഇവിടെ കിട്ടും. സീറ്റ് കിട്ടിയില്ലെങ്കിലും വോട്ട് കുറെ കിട്ടും. മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, LDF ജയിച്ചാലും UDF ജയിച്ചാലും ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് BJP ഞാൻ അങ്ങനെ അന്യം നിന്ന് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കാണുന്നില്ല. നമുക്ക് മറ്റ് കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളിലേക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കില്ല. പക്ഷേ അവർ അന്യം നിൽക്കില്ല. കാരണം അവർക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വോട്ടും സീറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു 20% വോട്ടിലേക്ക് എത്തുമോ? 20% വോട്ടിലേക്ക് എത്താൻ സാധ്യത കുറവാണ്. കാരണം മാത്രമല്ല, അവർ 2020 BDJS മുതലായ അഭ്യാസങ്ങളും നടന്നുകൊണ്ട് വോട്ട് കുറയാനാണ് എൻ്റെ ഒരു സാധ്യതയുള്ളത്. അത് പോട്ടെ. പക്ഷേ മറ്റൊരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ സാധാരണഗതിക്ക് ചരിത്രത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കുഞ്ഞു കുഞ്ഞു പാർട്ടികൾ എപ്പോഴും കോൺഗ്രസിൻ്റെ കൂടെയാണ്, UDF കൂടെയാണ് കൂടുതൽ കുഞ്ഞു കുഞ്ഞു പാർട്ടികൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ കരുണാകരൻ ഭരിച്ചിരുന്ന കാലത്ത് നമുക്കറിയാം NDP, SRP, മറ്റേ വേറെ ചില പാർട്ടികളൊക്കെ തകർന്നു. അങ്ങനെ കുറെ പാർട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. സാമുദായിക രാഷ്ട്രീയ ഒരു സീറ്റ്, 2 സീറ്റ്, ഒരു സീറ്റ്, CMP, അങ്ങനെ കുറെ പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ പലതും ഇല്ലാതായി, കാണാതായി. ഇപ്പോൾ അതുപോലെ കേരള കോൺഗ്രസിന്റെ കഷ്ണങ്ങൾ, കേരള കോൺഗ്രസ് വളരുകയും ചെയ്ത് എത്ര കേരള കോൺഗ്രസ് കേരളത്തിലുണ്ടെന്നുള്ളത് ഏതെങ്കിലും കേരള കോൺഗ്രസ് ചരിത്രകാരന് പോലും അറിയുമെന്ന് സംശയം. ഇപ്പോഴും ആന്റണി രാജുവിന്റെ കേരള കോൺഗ്രസ് ഇപ്പൊ അതിപ്പോ ഏതായാലും ഇത്തവണ തീരും. ആന്റണി രാജു, ജനാധിപത്യ സംരക്ഷണ സമിതി, പിന്നെ ഗൗരിയമ്മയുടെ ജനാധിപത്യ സംരക്ഷണ സമിതി, അവർക്കൊന്നും ഇത്തവണ സീറ്റില്ല, വോട്ടില്ല. പക്ഷെ എങ്കിലും അവരിവിടേക്ക് ഇങ്ങനെ കിടന്ന് നടക്കും. രാജൻ ബാബു അയാളൊക്കെ തീർന്നു. അപ്പൊ അയാൾക്കും സീറ്റ് കിട്ടിയിട്ടില്ല. രാജൻ ബാബു ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു AV താമരാക്ഷൻ കുറെ കാലം ആ പാർട്ടിയിൽ, ഉമേഷ് അള്ളിയിൽ അവരൊക്കെ ഉണ്ടായിരുന്നു, MLA ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടിയാ. അവരൊക്കെ തീർന്നു. അതൊക്കെ പിന്നെ അന്യം നിന്ന് പോയ പാർട്ടികളാണ്. ഇത്തവണ ഈ ഇലക്ഷനിൽ അതിന് മുമ്പ് തന്നെ തീർന്ന കേസുകളാണ്. ഇനി ഇലക്ഷനിൽ തീരുന്ന പാർട്ടികളുടെ കണക്കിൽ നമ്മളെടുത്താൽ ഞാൻ ആദ്യം പറയുന്നത് ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസ്. ജനാധിപത്യ കേരള കോൺഗ്രസിന് സീറ്റും ഇല്ല. അവിടെ ഇത്തവണ CP ജോൺ ജയിക്കും. അവർക്ക് സീറ്റില്ല, അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് നിയമസഭയിൽ ഉണ്ടാവില്ല, ഇനി ചരിത്രത്തിലും ഉണ്ടാവാൻ വഴിയില്ല. കാരണം ആന്റണി രാജുവിന് ജെട്ടി കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസിലേക്ക് ലയിക്കും, അയാൾ നിൽക്കും, അയാൾ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. കാരണം ഇത് ഒരാളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വല്ലാതെ, അയാൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ പാർട്ടി ഉള്ളൂ എന്ന് പറയാം. നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതാവാൻ പോകുന്ന പാർട്ടികളെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഉണ്ട്, പിന്നെ ഇല്ലാതാവും. ഒന്ന് INL ആണ്, ഇന്ത്യൻ നാഷണൽ ലീഗ്. ദേവർകോവിൽ എന്തായാലും കോഴിക്കോട് തോൽക്കാനുള്ള 99% സാധ്യതയുണ്ട്. കാരണം അയാളെ അത്രയും വെറുപ്പിച്ചിട്ടുണ്ട് ജനങ്ങളെ. കോഴിക്കോട് കഴിഞ്ഞ തവണ വേറെ ചില സാഹചര്യം കൊണ്ട് അയാൾ ജയിച്ചു പോയതാണ്. ഇത്തവണ അയാൾക്ക് ഒരു ഗുണസാധ്യതയും അവിടെ കാണാനില്ല. അവരും എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന്റെ ഒപ്പം ലയിക്കേണ്ടി വരും. അതിലേക്ക് എന്തെങ്കിലും ചെയ്യാം അവർക്ക്. INL എന്ന് പറയുന്ന പാർട്ടിക്ക് ഇനി കേരളത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമില്ല. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കോവൂർ കുഞ്ഞുമോൻ്റെ ഒരു ബോൾഷെവിക് ഉണ്ട്. അത് കോവൂർ കുഞ്ഞുമോൻ തോറ്റാൽ ബോൾഷെവിക്ക് തീർന്നു. ആ പാർട്ടിയും RSP എന്ന് പറയുന്ന ആ ഒരു കഷ്ണം അവസാനിക്കും. അയാൾക്ക് വേണമെങ്കിൽ ഒരു RSP ലേക്ക് അങ്ങനെയൊക്കെ നിൽക്കാം. അയാൾക്ക് അങ്ങനെ നിൽക്കാം. ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് ഡിപ്പെൻസ് ഓൺ പത്തനാപുരത്തായിട്ട് ജയിക്കുമോ തോൽക്കും എന്നുള്ളതാണ്. പത്തനാപുരത്ത് ജയിച്ചില്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസിനും അവസാനമായിട്ട് ഇതിൽ നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതാവും. അങ്ങനെ നിയമസഭയിൽ ഇപ്പോൾ പ്രാതിനിധ്യമുള്ള, ഇപ്പോൾ എലത്തൂർ സീറ്റ് എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് എലത്തൂർ ജയിക്കുന്ന, കാരണം അത്രയും ശക്തമായ ഒരു ഇതുള്ളത് കൊണ്ടാണ്, ഒരു സാന്നിധ്യം ഇടതുപക്ഷത്തിനുള്ള ഒരു സീറ്റാണ് എലത്തൂർ. AK ശശീന്ദ്രൻ അതുകൊണ്ട് മാത്രം എലത്തൂർ AK ശശീന്ദ്രൻ ജയിച്ചാലായിരുന്നുള്ളൂ. ഇടതുപക്ഷത്തിന് പിന്തുണ, അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള എനിക്ക് തോൽക്കും. എന്തായാലും അയാളുടെ കുട്ടനാടുകാരൻ തോൽക്കും. തോമസ് കെ തോമസ് ദയനീയമായി പരാജയപ്പെടും, ഒരു സംശയവും വേണ്ട. അപ്പൊ എന്താ വെച്ചാൽ ഇനി എലത്തൂർ ഒരാളെ വെച്ച് എത്ര കാലം ഇയാൾ ഓടിക്കും? ഇയാൾക്ക് തർക്കം ഉണ്ടാവില്ല. ഇനി മന്ത്രിസഭ കിട്ടിയാൽ ആരാവണം മന്ത്രി എന്നുള്ള കാര്യം തർക്കം ഉണ്ടാവില്ല. കാരണം ഇയാൾ മാത്രം പൊളിച്ചു പാളിസായി. അപ്പൊ അത് അങ്ങനെ പോയി. എലത്തൂര് എനിക്ക് തോന്നുന്നു ഈ ഇദ്ദേഹം ആരുടെയെങ്കിലും ബന്ധുവൊക്കെയാണെന്ന് തോന്നുന്നു, പിണറായിയുടെ എന്തോ ആരുടെയൊക്കെ അടുത്ത ബന്ധുക്കളൊക്കെയാണെന്ന് പറയുന്നത്, എനിക്കറിയില്ല. അപ്പൊ അത് ചില CPM നേതാക്കളുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ UDFിലേക്ക് വന്നാൽ UDFിന് ജയം കിട്ടുകയാണെങ്കിൽ കുറെ പുതിയ പാർട്ടികളല്ല നിയമസഭയിൽ പുതിയ പ്രാതിനിധ്യം കിട്ടും. ഇപ്പൊ CMPക്ക് ഒരു സീറ്റ് ഇത്തവണ നിയമസഭയിൽ കിട്ടും. മിക്കവാറും CP ജോണിന് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ CP ജോൺ, CMP പുതിയൊരു പാർട്ടി, ഒറ്റ കക്ഷി ഏകാംഗ MLA വരാം.
കെ രമയും ജയിക്കാനാണ് സാധ്യത ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച്. കാരണം മന്ത്രിയാവാം. അല്ല ഞാൻ പറഞ്ഞ അപ്പൊ അവരൊക്കെ നിയമസഭയിൽ ഉള്ളവരാണ് കെ രമ. പിന്നെ ഉള്ള പാർട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാവുന്ന ഏകാംഗ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കക്ഷികൾ വളരെ വളരെ കുറവാണ്. പിന്നെ ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടല്ലോ. ഫോർവേഡ് ബ്ലോക്കിന് പിന്നെ ഇല്ലല്ലോ, അവരൊരു MLA ആയിട്ടുമില്ല. അവരെ സംബന്ധിച്ച് നമ്മൾ എടുക്കേണ്ട അവരെപ്പോഴും ഇങ്ങനെ തന്നെ നടന്നിട്ടുള്ളൂ. ഈ വഴിയോരത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. പിന്നെ ഇപ്പൊ ഇതോട് മത്സരിച്ചതിൽ അല്ലെങ്കിൽ അൻവറിന്റെ പാർട്ടി എന്തായാലും അൻവറിന്റെ എന്താ പാർട്ടി എന്ന് പോലും നമുക്കറിയില്ല. അൻവറിന്റെ ഏത് പാർട്ടിയായാലും അയാൾക്ക് MLA ഇല്ലല്ലോ. ഇപ്പൊ ഒരുപാട് വിമതന്മാരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ഇനി വരാൻ പോണത് അവിടെയാണ് ഈ അടുത്ത ചോദ്യം. CPM വിട്ട് മത്സരിക്കുന്ന ആളുകൾ ആരൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതിലിപ്പോ എന്റെ കണക്കനുസരിച്ച് ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് ജി സുധാകരൻ. അമ്പലപ്പുഴ സുധാകരൻ ജയിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഐഷാപോറ്റി കോൺഗ്രസ് ഐഷാപോറ്റിയുടെ കാര്യത്തിൽ കുഴപ്പമില്ല. ഐഷാപോറ്റി കോൺഗ്രസ് ചേർന്നുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് പിന്നെയുള്ളത് PK ശശി. അതിൽ ജയിക്കാൻ സാധ്യതയില്ല. എന്റെ കണക്കനുസരിച്ച് ഒറ്റപ്പാലം ശശി ജയിക്കാൻ സാധ്യതയില്ല. കാരണം അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് ശശി ജയിക്കാൻ സാധ്യത. പിന്നെയുള്ളത് 2 സീറ്റ് കണ്ണൂരാണ്. കണ്ണൂർ 2 സീറ്റ് DK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും. അതിൽ അവരുടെ ഒരു ഭാവി എന്താവും? അതായത് TK ഗോവിന്ദന് ജയിക്കാൻ ഒരു ചെറിയൊരു സാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം. കുഞ്ഞികൃഷ്ണൻ ജയിക്കാൻ സാധ്യത കുറവ്. എന്റെ ഒരു വിലയിരുത്തലാണ് കേട്ടോ, അവിടുത്തെ ഒരു രാഷ്ട്രീയവും ചരിത്രവും ഒക്കെ വെച്ചിട്ട്. അങ്ങനെ വരുമ്പോൾ TK ഗോവിന്ദൻ ജയിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. TK ഗോവിന്ദനും ജി സുധാകരനും ജയിച്ചാൽ എന്ത് ചെയ്യും, അതിനൊരു ചോദ്യമുണ്ട്. അവരെ ഇപ്പൊ രമയുമായി ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ കോൺഗ്രസ് ആകുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ നിൽക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇനി അവരൊറ്റ ഒരു പ്രത്യേക മാർക്സിസ്റ്റ് പാർട്ടി ആയിട്ട് നിൽക്കുമോ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആയിക്കൂടായില്ലേ. അപ്പോൾ PK ശശി ജനാധിപത്യ മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടാക്കി. PK ശശി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിൻ്റെ പ്രസക്തിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ആളുകൾ ഇനിയും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ചെറുകിട പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തോതിൽ വിനാശത്തിൻ്റെ വക്കിലേക്കാണ്. കഴിഞ്ഞ തവണ അസംബ്ലിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന ആളുകൾ പലരും ഇത്തവണ ആ പ്രദേശത്തുണ്ടാവില്ല. പുതിയതായി 1-2 പേർ വരികയും ചെയ്യാം. പിന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യവും വളരെ കഷ്ടത്തിലാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അവർ വലിയൊരു കൺഫ്യൂഷനിലാണ്. യഥാർത്ഥത്തിൽ ആ കൺഫ്യൂഷനാണ് അവരെ തൊലച്ചു കളഞ്ഞതെന്ന് ഞാൻ വിചാരിക്കണം. ഒരു UDF-ലേക്ക് വരണമെന്ന് വലിയ തോതിൽ ജോസ് കെ മാണി ആഗ്രഹിച്ചിരുന്നു. റോഷി അഗസ്റ്റിനെ എതിർക്കുകയും ചെയ്തു. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ തോൽക്കുകയും മാണി ജയിക്കുകയും ചെയ്താൽ എന്തുണ്ടാവും എന്നുള്ളതാണ് ഞാൻ ചോദ്യം. അങ്ങനെ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ ഏറ്റവും സാധ്യതയുള്ളതും അവരുടെ ഒരു സ്വാഭാവികം ഒരു കേരള കോൺഗ്രസ്. മാണിയും അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിനും പരാജയപ്പെട്ടാലോ, പ്രമോദ് നാരായണനും പരാജയപ്പെട്ടാലോ. അത് പരാജയപ്പെട്ട പിന്നെ എല്ലാം തിരുമ്പ ഒരു ജയരാജ് ജയിക്കുമെന്ന് അറിയില്ല. എന്തായാലും ജയരാജ് മാത്രമാണ് ജയിക്കാൻ ഉറപ്പുള്ളത്. ഇതില് മറ്റേത് 3 ജയിക്കുമെന്ന് ഒരു ഉറപ്പില്ല. പൂഞ്ഞാറിലും ജയിക്കുമെന്ന് ഉറപ്പില്ല, ചങ്ങനാശ്ശേരിയും ജയിക്കുമെന്ന് ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം തോൽക്കുകയും ജയരാജൻ മാത്രം ജയിക്കുകയും ചെയ്തു. കേരള രാഷ്ട്രീയം തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മനസ്സാർ. അതെന്താന്ന് വെച്ചാൽ KM മാണിയുടെ നമ്മൾ കാണേണ്ടത് KM മാണിയുടെ രാഷ്ട്രീയം എപ്പോഴും UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. അത് കോൺഗ്രസ്സുകാരൻ തന്നെ, പള്ളിയും മതവും സഭയും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയവരാണല്ലോ കേരള കോൺഗ്രസ്. അതിന്റെ ഒരു മുറിച്ച മുറിയാണല്ലോ. അതിനെ പലതരത്തിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ മുറിച്ച് കർഷങ്ങളാക്കിയതാണ്. കരുണാകരന് 1-ാം സ്ഥാനമുണ്ട്, CPM-ന് 2-ാം സ്ഥാനമുണ്ട്. അതിനെ മുറിച്ച് നശിപ്പിച്ചത്. അപ്പോൾ കരുണാകരൻ തന്നെ പലപ്പോഴും അവരുടെ ആവശ്യത്തിന് മുറിച്ചിട്ടുണ്ട്. മറ്റേ CPM നന്നായിട്ട് മുറിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ ഒരു ഘട്ടത്തിൽ കേരള അപ്പുറത്തേക്ക് പോയി, ഇപ്പുറത്ത് വന്നു. ഈ കളി നയനാർ മന്ത്രിസഭയിൽ വന്നു. അത് കഴിഞ്ഞ് ജോസ് കെ മാണി തിരിച്ചുപോയി. ഇത്തരം സകല കലാപരിപാടികളുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ഇവരുടെ ബേസ് നഷ്ടപ്പെടും. ഇപ്പോൾ ജോസ് കെ മാണി ബേസ് നഷ്ടപ്പെടും. ജോസ് കെ മാണി പരാജയപ്പെടുകയും ജോസ് കെ മാണി റോഷി അഗസ്റ്റിനെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ ജയരാജായിരിക്കും. ജയരാജ് ഈ പറഞ്ഞ ഇക്വേഷനിലൊന്നും നിൽക്കുന്ന ആളല്ല. പട്ടക്കാരനും ജയരാജിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ജയരാജ് വേറെ എന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ LDF-ന് നെഗറ്റീവ് ആണെങ്കിൽ വരുന്നതെങ്കിൽ വലിയ തോതിൽ കേരള കോൺഗ്രസ് എമ്മിന് നാശമുണ്ടാവും. അത് കഴിഞ്ഞ കേരള കോൺഗ്രസ് ജോസഫിനുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്തവണ അവര് കരകയറാനുള്ള ശ്രമമുണ്ട്. കാരണം അവര് 8 സീറ്റിലെ മത്സരിക്കുന്ന 7 സീറ്റും ജയിക്കുന്നു. 2 സീറ്റ് കിട്ടി. പക്ഷേ ഇത്തവണ ആ സീറ്റ് മെച്ചപ്പെടുത്താം. 7 സീറ്റ് വരെ കിട്ടുന്നൊക്കെ അവരുടെ അവകാശവാദം. എനിക്കറിയില്ല. 7 സീറ്റ് വരെ ഞങ്ങൾക്ക് കിട്ടാം. ഇപ്പോൾ കുട്ടനാട് കിട്ടും, എന്തായാലും കടുത്തുരുത്തി ജയിക്കും, തൊടുപുഴ ജയിക്കും. 3-4 സീറ്റ് എന്തായാലും ഉണ്ടാവും.
അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഇപ്പൊ പൂഞ്ഞാറ് പോലും ജയിക്കുമെന്നാണ് പറയുന്നത്. പൂഞ്ഞാറ് പോലും ജയിക്കുമെന്നാണ് പറയുന്നത്. ചങ്ങനാശ്ശേരി ജയിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 5-6 സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനവും കിട്ടാം. മാത്രമല്ല ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് പതുക്കെ വരും. അധികാരമില്ലാത്തടത്ത് നിന്നിട്ട് കാര്യമില്ല. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ റോഷി അഗസ്റ്റിൻ ഇതൊക്കെ പറഞ്ഞാൽ റോഷി അഗസ്റ്റിൻ പാർട്ടി കൊണ്ടുവരുന്നെങ്കിലും അത് വേറെ തരത്തിലുള്ള ഒരു ഇക്വേഷനിലാണ് പോയിരുന്നത്. ഒരു പരമ്പരാഗത കേരള കോൺഗ്രസ് ഇക്വേഷനിലല്ല റോഷി അഗസ്റ്റിൻ. കാരണം റോഷി അഗസ്റ്റിൻ UDF മത്സരിച്ചിട്ടുണ്ട്, LDF മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അയാളുടെ ബേസ് ദുർബലമാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് മാണി വളരെ ദുർബലമാവുകയും അടുത്ത 5 വർഷം ഭരണമില്ലാതെ നിൽക്കുമ്പോൾ മാണിക്ക് സ്വാഭാവികമായും അയാൾക്ക് UDF വരേണ്ടി വരികയും ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല സഭകളൊക്കെ തന്നെ ഇപ്പം എന്തായാലും UDF കൂടെ നിൽക്കാനാണ് സാധ്യതയുള്ളത്. കാരണം ഇത് വിഭജിച്ച് പോകരുത്. വിഭജിച്ച് പോയാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് മറ്റു പലർക്കുമാണ് എന്ന് അവർക്ക് നന്നായി തോന്നിയിട്ടുണ്ട്, സഭകൾക്ക് പലർക്കും. ഇതുകൊണ്ട് തന്നെ UDF എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തിട്ടുള്ളതാണല്ലോ. നടത്തിയല്ലോ, മാണിക്കുമേൽ നടത്തിയല്ലോ, റോഷി അഗസ്റ്റിൻ നിന്നുകൊണ്ടല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ഒരു അർത്ഥത്തിൽ ഇപ്പം ജോസ് കെ മാണി ജയിച്ചാൽ പോലും അന്തിമമായി ജോസ് കെ മാണി UDF എത്താനാണ് സാധ്യത. റോഷി അഗസ്റ്റിൻ തോൽക്കും കൂടിയാണെങ്കിൽ അത് തീരുമാനം. ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലോ? ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും RSPയുടെ കാര്യത്തിൽ പ്രശ്നമാണ്. പക്ഷേ വിജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാണ്. ഞാൻ വിചാരിക്കുന്നത് RSPക്ക് ഇത്തവണ കുറച്ച് ഭേദപ്പെട്ട ഒരു അവസ്ഥയുണ്ടെന്നാണ്. 1-2 സീറ്റ്. അപ്പൊ കുന്നത്തൂര് മറ്റേ കോവൂർ ഉല്ലാസ് കോവൂർ ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഷിബു ബേബി ജോൺ കൂടി ജയിക്കാൻ 2ആയി അവരുടെ. പിന്നെയുള്ളത് അവർക്ക് ഒരെണ്ണുള്ളത് ആറ്റിങ്ങലാണ്. അവിടെ ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നുള്ളത് കാഞ്ഞങ്ങാടാണ്, അവിടെ സാധ്യത. അല്ല, പിന്നെ പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ RSPയിലാണ് മത്സരിക്കുന്നത്. RSPയുടെ പിന്തുണയോടെ RSPയുടെ സീറ്റിലാണ് മത്സരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്കറിയില്ല. പക്ഷെ RSPയെ സംബന്ധിച്ചിടത്തോളം RSPക്ക് ഒരു MP ഇപ്പോഴും ഉണ്ടല്ലോ. MLA ഇല്ലാതെയും ഉണ്ടായ ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അവർ നാമാവശേഷമാവും നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയും.